ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഞാനൊരു 10 പച്ചമുളക് ചതച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വെളുത്തുള്ളി ചതച്ചത് ഉപയോഗിച്ചിട്ടുണ്ട്. 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചത് ഉപയോഗിച്ചത്. ഇനി ഞാനിതിലേക്ക് തക്കാളി മുറിച്ചിടുന്നുണ്ട്. 4 തക്കാളിയാണ് ഉപയോഗിച്ചത് കേട്ടോ, ഒരു ഇടത്തരം വലിപ്പമുള്ള. പിന്നെ ചിക്കൻ ഇട്ടു. ചിക്കൻ ബ്രോയിലർ ചിക്കനാണ്, 1 kg ആണ്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് തൈര്, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത സാധനം നമ്മൾ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് 2 വിസിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ അരി, അതായത് ചോറ് വേവിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഏലക്ക, പട്ടാപ്പൂവ്, ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കുക ചെയ്യേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു വിസിൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് അത് നമ്മൾ ദമ്മിടാനാണ് പോകുന്നത്. അതിനിടയിൽ കൂടെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ടുണ്ട് കേട്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുത്തു. പിന്നെ ഫസ്റ്റ് ചിക്കൻ്റെ ഒരു ലെയർ ഇട്ടു, പിന്നെ റൈസ് ഇട്ടു. അങ്ങനെ ഓരോ ലെയറാക്കി ഇട്ട് വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.